കേരളത്തിൻ്റെ കാനന ഹൃദയമായ വയനാട്ടിൽ സുപ്രധാനമായ നഗരമാണ് മാനന്തവാടി. മാനന്തവാടിയുടെ ഗാഥകൾക്ക് പഴശ്ശിയുടെ പടയോട്ടത്തേക്കാൾ പഴക്കമുണ്ട്. നഗരത്തിൻ്റെ പല കോണുകളിലായി ഇന്നും ചരിത്രമുറങ്ങിക്കിടക്കുന്നു. ഒരു നാടിനും നാട്ടുകാർക്കും അറിവിനപ്പുറം അനിവാര്യമാണ് വായനശാലകൾ. മാനന്തവാടിയുടെ ചരിത്രനാളുകളിലെ പൊൻതൂവലാണ് പഴശ്ശി ഗ്രന്ഥാലയം. 1918 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മാനന്തവാടി റീഡിംഗ് റൂം എന്ന പേരിലായിരുന്നു ഈ ഗ്രന്ഥാലയത്തിൻ്റെ തുടക്കം. ശ്രീ വളപ്പായി കൃഷ്ണൻ സംഭാവന നൽകിയ 9 സെൻറ് സ്ഥലത്ത് ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ ശേഖരവും ടേബിൾ ടെന്നീസ് പോലുള്ള കായിക പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി ആരംഭിച്ച ഗ്രന്ഥാലയം പിന്നീട് 1942 പഴശ്ശി ഗ്രന്ഥാലയം എന്ന വായനശാലയായി മാറി. 100 വർഷം പിന്നിട്ട വയനാട്ടിലെ ഏക ഗ്രന്ഥാലയമാണിത്. ഇന്ന് കുട്ടികൾ ഉൾപ്പെടെ 5000-ലധികം അംഗങ്ങളാണുള്ളത്. 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായാണ് മെമ്പർഷിപ്പ്. 6 മാസത്തേക്ക് 60 രൂപ എന്ന നിരക്കിലാണ് അംഗത്വം നൽകുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി കോളേജുകളിൽ സൗജന്യമായി 10 വീതം മെമ്പർഷിപ്പ് നൽകി വരികയും ചെയ്യുന്നു. ഏകദേശം 20,000-ലധികം പുസ്തകങ്ങൾ ഈ വായനശാലയിലുണ്ട്. സംസ്ഥാനത്തെ മികച്ച ലൈബ്രറിക്കുള്ള EMS പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ ഈ ലൈബ്രറിയെ തേടിയെത്തിയിട്ടുണ്ട്. വയനാട്ടിലെ അംഗീകരിക്കപ്പെട്ട റഫറൻസ് ലൈബ്രറികളിൽ ഒന്നാണ് പഴശ്ശി ലൈബ്രറി. നിറം മങ്ങിപ്പോകുന്ന വായനയുടെ ഈ കാലത്തും ദിനംപ്രതി 40-ലധികം ആൾക്കാർ ഈ വായനശാലയെ തേടിയെത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. നാടകക്കൂട്ടം, പാട്ട്, ബാലവേദി, വനിതാവേദി, ചലച്ചിത്രവേദി, ഷോർട്ട് ഫിലിം ഫെസ്റ്റ് തുടങ്ങി നിരവധി വിദ്യാഭ്യാസ കലാകായിക രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ് ഈ ഗ്രന്ഥാലയം. 15 അംഗ കമ്മിറ്റിയും 5000-ലധികം അംഗങ്ങളുമുള്ള ഈ ഗ്രന്ഥാലയം രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിച്ചു വരുന്നു. ജനങ്ങളിൽ വായനയുടെ അടിത്തറ പാകുന്ന മലയാളത്തിലെ മുഖ്യധാരാ ദിനപത്രങ്ങളായ മാതൃഭൂമി, മലയാള മനോരമ, കേരള കൗമുദി, ജനയുഗം, മാധ്യമം, ദേശാഭിമാനി എന്നിവയ്ക്കു പുറമെ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ബിസിനസ് ലൈൻ എന്നീ ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ലഭ്യതയും വായനക്കാരെ ഈ ഗ്രന്ഥാലയത്തിലേക്ക് ആകർഷിക്കുന്നു. അന്യഭാഷാ പ്രേമികളെ കൂടി വായനശാലയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ആദ്യപടിയായി മറ്റു ഭാഷാപത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കൃത്യസമയത്തുള്ള ലഭ്യതക്കുറവ് കാരണം അതിന് സാധിക്കുന്നില്ല. സാഹിത്യം, കലകൾ, ശാസ്ത്രം, ടെക്നോളജി, ചരിത്രം, ഭൂമിശാസ്ത്രം, ഭാഷ, മതം, പൊതുപ്രവർത്തനങ്ങൾ, സോഷ്യൽ സയൻസ്, ഫിലോസഫി എന്നീ വിഭാഗങ്ങളിലായി മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ 20,000-ലധികം പുസ്തകങ്ങൾ ലഭ്യമാണ്. E.K. മാധവൻ, വേലപ്പൻ മാസ്റ്റർ, റഹീം തൈക്കണ്ടി തുടങ്ങിയവരുടെ സ്മരണാർത്ഥം പുസ്തകങ്ങൾ സംഭാവനയായി നൽകി വരുന്നു. കൂടാതെ ജന്മദിനങ്ങൾ പോലെ മറ്റ് വിശേഷ ദിവസങ്ങളിലും പുസ്തകങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്നു. ഭരണഘടനയുടെ ഒറിജിനൽ പ്രതി, ബ്രിട്ടീഷുകാരുടെ മാനുസ്ക്രിപ്റ്റ് മുതലായവ പഴശ്ശി ലൈബ്രറിയിൽ സൂക്ഷിച്ചു വരുന്നുണ്ട്.
വായനക്കാരുടെ ഉപയോഗത്തിനായി റീഡിംഗ് റൂം സൗകര്യവും പഴശ്ശി ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനു വേണ്ടി അടുത്തുള്ള വിദ്യാലയങ്ങളിൽ വായനാമൂല സ്ഥാപിക്കുകയും ഗ്രന്ഥാലയത്തിലെ മാഗസീനുകൾ ഒരാഴ്ചയ്ക്കു ശേഷം സ്കൂളിൽ എത്തിക്കുകയും ചെയ്യുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളായി ഗ്രന്ഥാലയത്തിലെത്തിക്കുകയും പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും തങ്ങൾ വായിച്ച പുസ്തകങ്ങളുടെ റിവ്യൂ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ കുട്ടികൾ വായനയുടെ പുതിയ ലോകത്തേക്ക് ചിറകു വിരിക്കുന്നു. DC ബുക്സ്, മാതൃഭൂമി തുടങ്ങി മുഖ്യധാരാ പബ്ലിക്കേഷനുകളിൽ നിന്നും കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ട്രെൻഡിംഗ് പുസ്തകങ്ങൾ എത്തിക്കുന്നതിലൂടെ മറ്റുള്ള ഗ്രന്ഥാലയങ്ങൾക്ക് കൂടി മാതൃകയാവുകയാണ് പഴശ്ശി ലൈബ്രറി. കേവലം സാഹിത്യത്തിലൊതുങ്ങാതെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കരിയർ ഗൈഡൻസ്, അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക്, PSC കോച്ചിംഗ് ക്ലാസ് തുടങ്ങിയവയും നടത്തിവരുന്നു. നഗരത്തിൻ്റെ കേന്ദ്രഭാഗത്തായി തന്നെയാണ് ലൈബ്രറി. മെഡിക്കൽ കോളേജ്, പഴശ്ശി കുടീരം, പോസ്റ്റ് ഓഫീസ് തുടങ്ങി മാനന്തവാടിയുടെ മുഖ്യ ആകർഷണങ്ങളായ പല സ്ഥാപനങ്ങളും ലൈബ്രറിയുടെ പ്രദേശങ്ങളിലായി നിലനിൽക്കുന്നുണ്ട്. മാനന്തവാടിയുടെ വായനാശീലത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച പഴശ്ശി ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നും ഇടതടവില്ലാതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.